ഹലോ ഫ്രണ്ട്സ്, സർ കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ ഗവൺമെൻറ് UK അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ആദ്യമായി എടുത്ത ഒരു തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു റുവാണ്ട പ്ലാൻ സ്ക്രാപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം. റുവാണ്ട പ്ലാൻ ഈസ് ഓൾറെഡി ഡെഡ് ആൻഡ് ബറീഡ് ബിഫോർ ഈവൻ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം റുവാണ്ട പ്ലാൻ ഇനി ഇപ്പോഴും നടക്കാനായിട്ട് പോകുന്നില്ല. റുവാണ്ടയിലേക്ക് അയക്കാനിരുന്ന ആ ആൾക്കാരുടെ ആ ഒരു പദ്ധതി ലേബർ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. ഇത് UK സംബന്ധിച്ചോളം ഒരു വലിയ വാർത്ത തന്നെയായിരുന്നു. കാരണം നേരത്തെയുള്ള കൺസർവേറ്റീവ് ഗവൺമെൻറ്, ഋഷി സുനകിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഏകദേശം ഈ ഒരു പദ്ധതികൾക്ക് വേണ്ടി ബില്യൺ കണക്കിന് പൗണ്ടാണ് റുവാണ്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 270 ബില്യൺ പൗണ്ട് ഈ ഒരു ആവശ്യത്തിനായിട്ട് മാത്രം കൊടുത്തത് ഇപ്പോൾ റുവാണ്ട ഗവൺമെൻറ് തിരിച്ചു കൊടുക്കത്തില്ല എന്നുള്ളൊരു കൺഫർമേഷൻ കൂടി വന്നിരിക്കുന്നു. അതായത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി UK ഗവൺമെൻറ് ചിലവഴിച്ച പണം വെറുതെ വെള്ളത്തിലൊഴുക്കിയതിന് സമാനമായിട്ട് മാറിയിരിക്കുന്നത് 270 ബില്യൺ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ടാണ് ഈ ഒരു റുവാണ്ട പദ്ധതിക്ക് വേണ്ടി UK ഗവൺമെൻറ് റുവാണ്ടയ്ക്ക് കൊടുത്തത് ഇപ്പോൾ തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു കൺഫർമേഷൻ വന്നത്. മാത്രമല്ല, നമുക്കറിയാം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് മിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു ഋഷി സുനകിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇത്രയും വലിയൊരു തീരുമാനം എടുത്തതും. നമ്മളുടെ കെയറേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും അവരുടെ ഡിപ്പെൻഡൻറ്റ് വിസ എല്ലാം നിർത്തലാക്കിയത്. ലേബർ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ UK ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് കമ്പനികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി ലേബർ ഗവൺമെൻറ് ഇപ്പോഴേ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ആ ഒരു സെയിം ടൈമിലാണ് ഈ ഒരു കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ ഗവൺമെൻറ് ഏകദേശം 1 ലക്ഷത്തോളം അഭയാർത്ഥികൾക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം UK വരുന്ന ഈ ഒരു സ്കിൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ വളരെയധികം പ്രയോജനകരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ UK വന്നു കഴിഞ്ഞാൽ അത് UK എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഈ ഒരു ഏകദേശം 1 ലക്ഷത്തോളം ഇതുപോലുള്ള അഭയാർത്ഥികളാണ്. അവർക്ക് ചിലപ്പോൾ പാർപ്പിടം ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ അവരുടെ നാടുകളിൽ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഇതുപോലുള്ള രാജ്യത്ത് ഈ ഒരു നെറ്റ് മിഗ്രേഷൻ ക്രൈസിസ് വളരെയധികം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് 1 ലക്ഷത്തോളം ഇതുപോലുള്ള അഭയാർത്ഥികൾക്ക് ഇപ്പോഴും അവസരങ്ങൾ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അത് വലിയൊരു തിരിച്ചടിക്ക് കാരണമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെയുള്ള ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിരുന്ന റോബർട്ട് ജെൻട്രിക്ക് പറഞ്ഞ ഒരു പദ്ധതിയുമില്ലാതെ റുവാണ്ടയെ ഒഴിവാക്കിയത് തികഞ്ഞ മണ്ടത്തരമായിരുന്നു. ഓപ്പൺ സീസൺ ആരംഭിച്ച് കൂടുതൽ കുടിയേറ്റക്കാർ ബോട്ടുകളിൽ തെങ്ങി നിറഞ്ഞു. സർ കെയർ സ്റ്റാമർ കള്ളക്കടത്തുകാരോട് കീഴടങ്ങി എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഷാഡോ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന നമ്മളുടെ ജെയിംസ് ക്ലെവർലിയും ഇതിനെതിരെ ശക്തമായിട്ട് ഇപ്പോഴ് പ്രതികരിച്ചിരിക്കുന്നു. നമ്മൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം, അതായത് ഈ ഒരു ചൊവ്വാഴ്ച മാത്രം ഏകദേശം ഒരു 419 അഭയാർത്ഥികളാണ് ഇതുപോലുള്ള ചെറിയ ബോട്ടുകളിൽ UK എത്തിച്ചേർത്തിരിക്കുന്നത്. ഈ ഒരു ജൂലൈ 10 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 14,058 അഭയാർത്ഥികളാണ് ഇതുപോലൊക്കെ തന്നെ UK എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥികളെ സംബന്ധിച്ചോളം UK ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സന്തോഷം നൽകിയ കാര്യമാണ്. കാരണം ഇനിയിപ്പോഴും റുവാണ്ട പദ്ധതികൾ നടപ്പിലാക്കത്തില്ല. ഇനിയിപ്പോൾ UK വന്നു കഴിഞ്ഞാൽ UK തന്നെ അവർക്ക് താമസിക്കാനായിട്ട് സാഹചര്യം ഒരുക്കുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ലേബർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ബോട്ടുകളിലായി സംഘമായിട്ട് ഇപ്പോഴേ UK ഈ അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം തന്നെ നടക്കുകയാണ്. അങ്ങനെ അഭയാർത്ഥികൾ വരുന്നത് കൊണ്ട് UK ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകില്ലെന്ന് മാത്രവുമല്ല UK എക്കോണമി ഡൗൺ ആകുന്നതിന് അത് വലിയൊരു കാരണമാണ്. ഇങ്ങനെയുള്ള അഭയാർത്ഥികൾ UK വന്നു കഴിഞ്ഞാൽ അവർക്ക് പാർപ്പിട സൗകര്യങ്ങൾക്ക് വേണ്ടി വലിയൊരു തുക ചിലവാക്കേണ്ടതായിട്ട് വരും. ലേബർ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്ന ഏകദേശം 15 ലക്ഷത്തോളം പുതിയ വീടുകൾ വെക്കുമെന്നാണ്. പക്ഷേ ഇത്രയും വീടുകൾ വെച്ച് കഴിഞ്ഞാലും ഇതുപോലുള്ള അഭയാർത്ഥികളാണ് UK വരുന്നതെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലാതെ അവർക്ക് വേണ്ടി ബില്യൺ കണക്കിന് പൗണ്ട് വീണ്ടും ചിലവാക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്കാണ് UK കടന്നു പോകുന്നത്. UK സംബന്ധിച്ചോളം ഈ ഒരു അഭയാർത്ഥികളെ UK എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ UK എക്കോണമിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും UK വരുന്ന സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിസ ലഭിക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള അൺനെസസറി ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ UK യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. UK ഗവൺമെൻറ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയൊരു പ്രത്യാഘാതമായിരിക്കും ഫ്യൂച്ചറിൽ അവർ നേരിടാനായിട്ട് പോകുന്നത്. കാരണം ഇതേപോലെയുള്ള അഭയാർത്ഥികൾ കൊണ്ട് UK നിറയും എന്നല്ലാതെ
യു കെക്ക് ആവശ്യമുള്ള ആൾക്കാരെ അവർക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. യു കെയിലേക്ക് വരുന്ന ഇതുപോലുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരിക, ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റുകൾ നേടിയെടുക്കുക, അതുപോലെ തന്നെ ഗവൺമെൻറ് തന്നെ വീടുകൾ കൊടുത്ത് അവരെ താമസിപ്പിച്ച് ഗവൺമെൻറ് തന്നെ ബെനിഫിറ്റ് കൊടുത്തിട്ട് അവരിവിടെ താമസിക്കും. അഭയാർത്ഥി വിസയിൽ വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ PR കിട്ടും, സിറ്റിസൺഷിപ്പും കിട്ടും. അവർ ലോലുപതയോട് സുഖ സൗകര്യങ്ങളോട് യു കെയിൽ കഴിയും. നമ്മളെപ്പോലുള്ള ആൾക്കാർ സ്കിൽഡ് ആയിട്ടുള്ള യു കെക്ക് ആവശ്യമുള്ള എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ യു കെയിലേക്ക് വരാനായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടും. അപ്പോൾ യു കെ പോലുള്ള ഒരു രാജ്യം അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൊണ്ടുവരാതെ ഇതുപോലുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള അഭയാർത്ഥികളെ കൊണ്ട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ യു കെ ഗവൺമെൻറ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ പ്രത്യാഘാതങ്ങൾ നേരിടാനായിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ട് വരും. ലേബർ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതുപോലുള്ള പാവപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ കിടക്കുന്ന പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്ക് അവർ അഭയം കൊടുക്കാറുണ്ട്. പക്ഷേ അത് കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യു കെക്ക് ആവശ്യമുള്ള യു കെയുടെ എക്കോണമി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാതെ ഇതേപോലെയുള്ള ആൾക്കാരെ മാത്രം അഭയാർത്ഥികളായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ യു കെക്ക് യാതൊരു പ്രയോജനവുമുള്ളത്. യു കെ ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്കിൽഡ് വർക്കേഴ്സിൻ്റെ വിസകൾ നൽകാതിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ആയിരക്കണക്കിന് നമ്മളുടെ കെയർ വർക്കർമാർ അതുപോലെ തന്നെ ഇവിടെ വന്ന് പഠിച്ചിട്ട് ജോലി ചെയ്യാനായിട്ട് കാത്തിരുന്ന ആയിരക്കണക്കിന് സ്റ്റുഡൻസാണ് അവരുടെ ഡിപ്പെൻഡൻ്റ് വിസ നിർത്തലാക്കിയതോടെ അവർക്ക് യു കെയിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ യു കെയിലേക്ക് വരുന്നില്ല. പക്ഷേങ്കിൽ യു കെക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇതുപോലെ തന്നെ കള്ള ബോട്ടുകളിൽ കയറി യു കെയിലേക്ക് വരുന്ന ആൾക്കാർക്ക് യു കെ ഗവൺമെൻറ് ഇപ്പോൾ സ്വാഗതം അരുളുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യു കെയെ സംബന്ധിച്ചോളം ഒരു വലിയൊരു പ്രത്യേകത സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ നേരത്തെയുള്ള എല്ലാ നേതാക്കന്മാരും ഇതിനെതിരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇത്രയും അവസരങ്ങൾ ഇതേപോലെയുള്ള അഭയാർത്ഥികൾക്ക് നൽകുമ്പോൾ സ്കിൽഡ് വർക്കേഴ്സിന് അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടി വിസ കൊടുത്തു കഴിഞ്ഞാൽ യു കെക്ക് എന്തായാലും അത് ഫ്യൂച്ചറിൽ വളരെയധികം പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സ്കിൽഡായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ യു കെയിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.